ആദ്യം തന്നെ പറയട്ടെ, എല്ലാ സ്പോർട്സിനോടും ബഹുമാനം മാത്രം. പക്ഷേ എല്ലാ സ്പോർട്സിൽ നിന്നും മോട്ടോർ സ്പോർട്സ് കുറച്ച് വ്യത്യസ്തമായി നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇന്ത്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബാക്കിയുള്ള സ്പോർട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ 4/1 അല്ലെങ്കിൽ ഒരു 10/1 ആൾക്കാർ മാത്രമേ മോട്ടോർ സ്പോർട്സിൽ ഉണ്ടാവുള്ളൂ. അതിന് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് വളരെ കമ്മിയാണ്. ഇതൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് ആയിട്ടായിരുന്നു ഒരു റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടം വരെ ഉണ്ടായിരുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് മോട്ടോർ സ്പോർട്സിൽ എൻ്റർ ആവാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ നമ്മളൊന്ന് എൻ്റർ ആയി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ എക്സ്പെൻസസ് നമുക്ക് മീറ്റ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്പോർട്ടുകൾ വളരെ ബുദ്ധിമുട്ടാണ്. ഏതൊരു റേസ് ഓടിച്ചിരുന്ന ഒരാളും ആ റേസൊക്കെ നിർത്തി വേറൊരു രാജ്യത്ത് പോയിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അവൻ്റെ ഒരു ആഗ്രഹം പേഴ്സണലായിട്ട് ചോദിച്ചാൽ അവൻ പറയും, റേസ് ഓടിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് സെറ്റായിട്ട് നാട്ടിൽ വരുമ്പോൾ ഒരു ഇവൻറ്റ് നടത്തണം, നല്ലൊരു റേസ് നടത്തണം, അതായിരിക്കും അവൻ്റെ ആഗ്രഹം ഉണ്ടാവുക. ഇവൻ എല്ലാവരും ആഗ്രഹിക്കണത്. ഒരുപാട് പേര് പറയുന്നത് കാണാം, അതായത് ഈ റേസ് ഓടിക്കണവന്മാരൊക്കെ എത്ര സ്പീഡിൽ ഓടിക്കണത് കണ്ട പൊടിയും മരുന്നൊക്കെ വലിച്ചു കയറ്റിയിട്ടാണെന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, ബാക്കിയുള്ള എല്ലാ സ്പോർട്സിനെ പോലെ തന്നെ എനിക്ക് ഒരുപാട് പേരെ പേഴ്സണലി പരിചയമുണ്ട്. ഞാനും ഒരു കാലത്ത് റേസ് ഓടിച്ചിരുന്ന ആളായതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ, നന്നായി ഓടിച്ചിരുന്ന ആൾക്കാരെയും എല്ലാ റൈഡേഴ്സിനെയും പരിചയമുണ്ട്. ഇവരൊരാളും ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ആൾക്കാരാണ്. ഈ മരുന്നും കാര്യങ്ങളൊന്നും വലിച്ചു കയറ്റി ഓടിക്കുന്ന ആൾക്കാരല്ല റൈഡേഴ്സ്. അതാദ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അറിയാത്ത കാര്യങ്ങൾ ദയവേത് പറയരുത്. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അണ്ടർ റേറ്റ്, അതായത് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കരുത്. ഒരുപാട് കഷ്ടപ്പെട്ട് ബൈക്കിനെ എത്രത്തോളം പ്രിപ്പയർ ചെയ്യണോ അത്രത്തോളം നമ്മളെയും പേഴ്സണലി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ വണ്ടി അല്ലെങ്കിൽ ട്രാക്കിൽ നമുക്ക് നന്നായി ഓടിക്കാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെ ചിലവാക്കി നല്ല രീതിക്ക് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈസ് മണിയും കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താ പറയുക, നമ്മൾ ചിലവാക്കിയ ഫണ്ടിൻ്റെ 4/1 അല്ലെങ്കിൽ 10/1% നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. എല്ലാ റേസും വിൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. സോ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും മോട്ടോർ സ്പോർട്സിനോട് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കഷ്ടപ്പെട്ടാണ് എല്ലാ റൈഡേഴ്സ് ഓടിക്കുന്നത്. ഇത് ഓടിക്കേണ്ടതെന്ന് വെച്ചിട്ട് അവൻ്റെ ഫാമിലിക്ക് ഒരു കുറവും വരുത്തുന്നില്ല. അറ്റ് ദ സെയിം ടൈം അവൻ്റെ ഫാമിലി നല്ലപോലെ നോക്കി കിട്ടുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വളരെ ബുദ്ധിമുട്ടി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് റേസ് ഓടിക്കാൻ വരുന്നത്. സപ്പോർട്ട് മോട്ടോർ സ്പോർട്സ്. താങ്ക് യു.